എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റെൻഡ് റിമൂവലാണ് ഇന്നത്തെ വിഷയം. സ്റ്റെൻഡ് റിമൂവൽ ചെയ്തവർ ആരും പേടിക്കാനൊന്നുമില്ല. സ്റ്റെൻഡ് വെച്ച പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യും. പേടിക്കാനൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കുന്ന സംഭവം കൊണ്ട് 1 മണിക്കൂറുള്ളൂ, 1.5 മണിക്കൂറൊക്കെ എടുക്കണമല്ലോ. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റെൻഡൊക്കെ വേഗം റിമൂവ് ചെയ്ത് അവർ എടുത്ത് തരും. ചെറിയൊരു വേദന ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസ്കോപ്പി ചെയ്തതിൻ്റെ ആ ഒരു വേദന നമുക്ക് ഉണ്ടാവും. ആ ഒരു പ്രഷർ കൊടുത്തിട്ടാണല്ലോ അവരെ വായിക്കൂടെ എടുത്ത് നമുക്ക് ഇടുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേദനയൊക്കെ ഉണ്ടാവും. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. ഇഞ്ചക്ഷനൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് വേദനയൊക്കെ മാറിയത്. അത്ര നേരം ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. ഇഞ്ചക്ഷൻ ഇട്ടപ്പോൾ വേദനയൊക്കെ ഫുള്ള് മാറി. ആൻറ്റിബയോട്ടിക് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ പൈസയൊക്കെ നമ്മുടെ ചിലവ് കൂട്ടും. എങ്ങനെയാണ് പെട്ടെന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ നടത്താൻ വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പൈസയൊക്കെ നിന്നിട്ട് ചിലവാകും. എൻ്റെ പൈസ നല്ല ചിലവായിട്ടുണ്ട്. പിന്നെ എന്താ റൂം എടുത്താണല്ലോ നമ്മൾ പ്രത്യേകിച്ച് അവിടെ കടന്നിരുന്നത്. റൂം റൂമിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കുട്ടികളുള്ളായിരുന്നു. കുട്ടിയെ നോക്കാൻ നമുക്ക് ആരുമില്ല, എടുക്കാനും പിടിക്കാനൊക്കെ ഒന്നും ആരുമില്ലാത്ത കാരണം നമ്മൾ റൂം എടുത്ത് നമ്മളന്നെ നോക്കി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണമല്ലോ. അപ്പോൾ വേറെ ആരുമില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റൂം എടുത്ത് കൊച്ചിനെ നോക്കി. പിന്നെ എനിക്ക് എൻ്റെ ഇത് കഴിഞ്ഞിട്ട് സർജറി എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമിലേക്ക് അവരെന്നെ ആക്കി തരും. കാര്യങ്ങളൊക്കെ അവരെന്നെ ചെയ്തോളും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെന്താ, ഇത് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ മയങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അവിടെ ഈ ഓക്സിജൻ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത് മാത്രം ഓക്സിജൻ വെച്ച ഓർമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ ഉറങ്ങിപ്പോവും. പിന്നെ ഒബ്സർവേഷൻ റൂമിലായിട്ടുള്ളൂ. പിന്നെ ഞാൻ എണീച്ചപ്പോൾ ഒബ്സർവേഷൻ റൂമിലായിരുന്നു കേട്ടോ. ഞാൻ ഈ വ്ളോഗിലുള്ളത് ഞാൻ കാലത്ത് ഞങ്ങൾ വൈകുന്നേരം കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആവാനായിട്ട് പോയി. വൈകുന്നേരം ആയപ്പോൾ അഡ്മിറ്റായി. പിന്നെ കാലത്ത് എണീച്ചിട്ട് പല്ലൊക്കെ തേക്കുന്നത്. എനിക്ക് പല്ല് വെച്ചിട്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ രാത്രി 10 മണി തൊട്ട് രാവിലെ വരെ എനിക്കൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ആ ഒരു ദിവസം ഫുള്ള് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ദിവസം ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർജറി എൻഡോസ്കോപ്പി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡേ ഫുള്ള് ഒന്നും കഴിച്ചിരുന്നില്ല. ഫുള്ള് ട്രിപ്പ് ഇട്ട് ഞാൻ എനിക്ക് ഒരു സാധനം തന്നെയാണ് ഞാൻ വിശന്നിരുന്നിരുന്നത്. പിറ്റേ ദിവസം മുതൽ തിന്നോളാം. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എനിക്ക് തിന്നാൻ പറയാൻ പറ്റുള്ളൂ. അത് ഡോക്ടർ വരുന്നതോ 8:30-9 മണിക്കാണ് ഡോക്ടർ വരുന്നത്. ആ ഡോക്ടർ അപ്പം വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ഫുഡ് കഴിക്കാനും പോയിട്ട് ഒരു തുള്ളി വെള്ളവും കൂടി ഇറക്കും. അത്രയും നേരം ദാഹിച്ചാണ് ഞാൻ ഇരുന്നത്. അതിൻ്റെ ഞാൻ ഒരു ദിവസം ഫുള്ള് തിന്നാണ്ടും കുടിക്കാണ്ടും കിടന്നിട്ട് പിറ്റേ ദിവസമാണ് എനിക്ക് ഇതിട്ടാന്നിട്ട് തിന്നാൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെങ്കിൽ കുടിച്ചോളാൻ പറഞ്ഞു. വെച്ചാൽ വെള്ളം കുടിച്ചിട്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എല്ലാം കുടിച്ചോളാം, എന്ത് വേണമെങ്കിലും തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സാധാ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ, ചായ അങ്ങനെ ഇങ്ങനെ ഒക്കെ കഴിച്ചു. ഉച്ചയായപ്പോൾ ചോറ് കഴിച്ചപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ഡിസ്ചാർജ് ആയി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു. പിന്നെ ഈ വ്ളോഗിലുള്ളതെന്ന് വെച്ചാൽ കാലത്ത് തൊട്ട വ്ളോഗ്, പിന്നെ പല്ല് വെച്ചുകൊണ്ട് പോകുന്നത്, പിന്നെ ഓപ്പറേഷത്തിന് എൻഡോസ്കോപ്പിക്ക് കയറ്റുന്നതൊക്കെ ഉണ്ട്. എൻഡോസ്കോപ്പിക്ക് കയറ്റിയിട്ട് അവിടെ നിന്നുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ചില ഡോക്ടേഴ്സൊന്നും സമ്മതിക്കില്ല നമുക്ക് വീഡിയോ എടുക്കാൻ. അപ്പം അവിടെ ഉള്ള എൻഡോസ്കോപ്പിക്ക് കയറ്റുന്ന മുതലുള്ള വീഡിയോ ഒക്കെ എടുത്തതാണ്. എൻഡോസ്കോപ്പി കഴിഞ്ഞിട്ടുള്ള വീഡിയോ. പിന്നെ അതിൻ്റെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. ഇന്നലെ ബസ് മുടക്കായതുകൊണ്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ബസ്സൊന്നും ഉണ്ടല്ലോ. ആകപ്പടക്ക് ഞാൻ അവിടെ നിന്ന് തുടങ്ങി ഞങ്ങൾ ഓട്ടോക്ക് വന്നിട്ട് പിന്നെ ജെട്ടിയിൽ വന്നപ്പോഴാണ് KSRTC ബസ് ഉണ്ട്. കൊടുങ്ങല്ലൂർക്കുള്ള KSRTC ബസ് കിട്ടി. അവിടെ നിന്ന് പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങനെ വന്നാണ്. അവിടെ നിന്നൊക്കെയാണ് ഫുഡൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാണ്ടായി. അതൊക്കെ വാങ്ങി ഇങ്ങനെ പോകും. ഇപ്പം മോള് പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഇപ്പം 3 പ്രാവശ്യമായി ഞാനിപ്പോൾ ആശുപത്രി മുഴുവൻ തെറ്റിയായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ലിസി ഹോസ്പിറ്റലാണ്. ലിസി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ മുന്നേ മെഡിക്കറിൽ പോയിരുന്നു. മെഡിക്കറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന കൂടിയിട്ട് വരും. അപ്പോൾ നമുക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ഒക്കെ എന്താണെന്ന് അറിയണം എന്നൊക്കെ അറിഞ്ഞിട്ടായിരുന്നു ആദ്യം പോരും. മഞ്ഞപ്പിത്തം കൂടി
മഞ്ഞപ്പിത്തത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെടുക്കുമ്പോൾ ഇപ്പോഴാണ് കല്ലിറങ്ങിപ്പോകുന്ന കല്ല് മാറ്റാൻ വേണ്ടി എൻഡോസ്കോപ്പി ചെയ്യാണ്ട് ലിസിക്ക് പോയി. ലിസിന്ന് പിന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോണ മുന്നേ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച് ഇങ്ങനെയൊക്കെ എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റും, സർജറി ചെയ്യാനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ പോയി. എവിടെ നിന്നാണ് പോയത്? അവിടെ കോഴിക്കോടുള്ള ആശുപത്രിയിലാണ്, മെഡിക്കൽ കോളേജിലാണ് പോയത്. എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് സർജറി അവിടെ അങ്ങനെ ചെയ്യൂലെന്ന് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞങ്ങൾക്ക് അത്രയും ദൂരം ഉണ്ടല്ലോ, അത്രയും ദൂരം ഉള്ളതുകൊണ്ട് അവിടേക്ക് വരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എറണാകുളം എളുപ്പമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എറണാകുളത്ത് ഇങ്ങനത്തെ ഒരു ഡോക്ടർ ഉണ്ട്, അപ്പോൾ എറണാകുളത്ത് പോയി ചെയ്യുന്നതെന്നല്ല പറഞ്ഞപ്പോൾ എറണാകുളത്തേക്ക് മാറ്റി തന്നെ. പിന്നെ എറണാകുളത്ത് ഡോക്ടറെ കുറേ പോയി കണ്ട് എത്ര പ്രാവശ്യം കണ്ടിട്ടെന്നറിയും. സർജറി ജനറൽ ഹോസ്പിറ്റലൊക്കെ പെട്ടെന്നൊന്നും സർജറി എടുക്കില്ല, വഴിയൊക്കെ സർജറി എടുക്കുള്ളൂ. എന്നിട്ട് നമ്മ 2-3 പ്രാവശ്യമൊക്കെ പോയി ഡോക്ടറെ കണ്ട് വന്ന് ഞാൻ ഇത് കഴിഞ്ഞ് വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെ ഇങ്ങനെ വിളിച്ചേക്കുന്നത്. അതിനാ രണ്ടാമതും പോയി കണ്ടപ്പോഴാണ് ഡോക്ടർ എന്നെ എന്താണ് വിളിക്കാത്തതെന്നും പോയി ചോദിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്നെ വന്ന് വിളിച്ചത്. ഇങ്ങനെ സർജറിക്ക് റെഡി ആയിക്കോ, വായു ഓക്കെ, ഇങ്ങനെ സർജറി ചെയ്യുക. അങ്ങനെ പിത്തസഞ്ചിയുടെ സർജറി വേഗം തന്നെ ചെയ്തു. പക്ഷെ 3 കല്ലുകൾ അവിടെ സ്റ്റെൻറ്റിൻ്റെ താഴെ നിൽക്കണ്ടായി. പക്ഷെ ആ കല്ലുകളൊന്നും അതിലെടുത്തില്ല കേട്ടോ. അങ്ങനെ ഈ സ്റ്റെൻറ്റ് ഇട്ട ഡോക്ടറിൻ്റെ ആ 3 കല്ലുകളും എടുത്തു കിട്ടാം. 3 കല്ലുകൾ അവിടെ താഴെ നിന്നിരുന്ന വെച്ചാൽ സ്റ്റെൻറ്റും ഇങ്ങനെ ചാടി വരുള്ളൂ. പിത്തസഞ്ചിയിൽ നിന്ന് കല്ലുകളുള്ളതിന്ന് ഈ 2-3 കല്ലുകൾ അതിനകത്ത് ഇറങ്ങി വന്നിട്ട് അവിടെ സ്റ്റെൻറ്റുമ്മ തടഞ്ഞു നിന്നിരുന്നു. ആ സ്റ്റെൻറ്റുമ്മ നിന്നിരുന്ന കല്ലുകൾ ബലൂൺ വെച്ച് എടുക്കുകയാണ് ചെയ്തത്. ബലൂൺ വെച്ച് എടുത്തപ്പോൾ ഉണ്ടോ എനിക്ക് ഭയങ്കര വേദന എടുക്കുക. എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ സാധനം ഉണ്ടാവുമല്ലോ, നമ്മുടെ കുടലിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് ഈ ബലൂൺ വെച്ചിട്ട് ഇട്ടിട്ട് എടുക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഭയങ്കര വേദന ആയിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേദന എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷൻ ഇട്ടു. കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ വേദന മാറി. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്താണ് ചെയ്തത്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഫുഡും കഴിച്ചില്ല, ഒരു തരി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. പിറ്റേ ദിവസം ഡോക്ടർ 9 മണി 8:30 ഒക്കെ ആകുമ്പോഴത്തേനും ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. ഡോക്ടർ 8:30 കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ടുണ്ടായില്ല. 9 മണിയാവാറേ ഡോക്ടർ വന്നത്. എനിക്ക് വിശന്നിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എന്താ വെള്ളം കുടിച്ച് സാധാരണ എന്താണ് കഴിക്കാന്ന് വെച്ചാൽ അത് വെച്ച് കഴിച്ചോളാം പറഞ്ഞു. അതുവരെ ഞാൻ ട്രിപ്പ് ഇട്ടാണ് കിടന്നിരുന്നത്. ഒരു ദിവസം ഫുള്ള് ഞാൻ ട്രിപ്പ് ഇട്ട് കിടന്നിരുന്നു. ഞാൻ വെള്ളം പോലും കുടിച്ചിരുന്നില്ല. എന്നിട്ട് എന്നോട് എന്താ വെച്ചാൽ കഴിച്ചോളം പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം വാരി വലിച്ച് തിന്നാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ദോശ, പുട്ട്, അങ്ങനെയൊക്കെ തന്നെ, സാമ്പാർ, അതൊക്കെ നല്ലോണം വാരി തിന്നു വെച്ചിട്ട് അതൊക്കെ തന്നെ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. വിശന്നിട്ടൊക്കെ തീരെ വയ്യ. അങ്ങനെ കുറേ വാരി തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായപ്പോൾ ചോറ് തിന്നു. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉച്ച വരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ കാലത്ത് തിന്നിട്ടും വേറെ പ്രശ്നമില്ല, ഉച്ചക്ക് ചോറിന്നിട്ടും വേറെ പ്രശ്നമില്ല. അപ്പോൾ വേഗം പറഞ്ഞ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ബ്ലഡിൽ ചെറിയൊരു വേരിയേഷൻ. അപ്പോൾ ആ വേരിയേഷനൊക്കെ ശരിയായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ബ്ലഡിലുള്ള എന്താ വെച്ചാൽ വേരിയേഷൻ അതൊക്കെ ശരിയായി. അപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ ഡിസ്ചാർജ് ചെയ്ത് തന്നെ നമ്മൾ 8 മണിയായിട്ട് രാത്രി 8 മണിയായപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് 8 മണിയാവാറായി ഡിസ്ചാർജ് ചെയ്തപ്പോൾ വേഗം തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വേഗം തന്നെ ഓട്ടോ വിളിച്ച് ജെട്ടിയിലാണല്ലോ KSRTC ഉണ്ടാവും. ജെട്ടിയിൽ KSRTC ബസ് മാത്രമേ ഓടുള്ളൂ. ഈ സമയത്ത് ബസ്സൊന്നും ഓടില്ലല്ലോ, തീരെ ബസ്സില്ലാത്ത സമയമാണ്. അപ്പം ഞങ്ങൾ വേഗം പോയി ബസ് ഇടിച്ച് ഓട്ടോ വിളിച്ച് വന്ന് ബസ്സിൽ കയറി. അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് കൊടുങ്ങല്ലൂർക്ക് വന്ന് അവിടെ നിന്ന് ഓട്ടോക്ക് വന്നാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളും വാങ്ങി, ഫുഡും വാങ്ങി, പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഈ വ്ളോഗിലുള്ളതൊക്കെ എന്താ വെച്ചാൽ കാലത്ത് ഞങ്ങൾ വൈകുന്നേരമാണ് ഇവിടെ പോയത്. രാത്രി വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു 4 മണിയായിട്ടുണ്ട്. 4 മണിയായപ്പോഴാണ് അവിടെ എത്തിയത് തന്നെ. അപ്പോൾ അവിടെ ചെന്നിട്ട് അഡ്മിറ്റായി. പിന്നെ നേരം വെളുത്തിട്ട് പല്ല് കഴിച്ച് കുളിച്ച് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. എനിക്കെന്ന് വെച്ചാൽ കാലത്തിന് ഫുഡൊന്നും കഴിക്കാൻ പറ്റും. ചേട്ടനൊക്കെ ഫുഡ് കഴിക്കാം, എനിക്ക് സാധനം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
ഉം, അങ്ങനെ കാലത്ത് തന്നെ പല്ലൊക്കെ തേച്ച് ഒരുങ്ങി നീല ആപ്രോൺ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ സർജറിക്ക് എൻഡോസ്കോപ്പിക്ക് പോകാൻ നിൽക്കണത്. അങ്ങനെ ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ എത്ര ആശുപത്രി മുഴുവൻ തെണ്ടി ഇറക്കിയിരുന്നു. അങ്ങനെ ലാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. ഇപ്പം സ്റ്റെൻറ്റ് റിമൂവൽ കഴിഞ്ഞ് ആദ്യം സ്റ്റെൻറ്റ് വെച്ചു, പിന്നെ പിത്തസഞ്ചി റിമൂവ് ചെയ്തു, ഇപ്പം സ്റ്റെൻറ്റ് റിമൂവ് ചെയ്തു, ഇപ്പം എല്ലാം ക്ലോസ്, എല്ലാം കഴിഞ്ഞു. പിത്തസഞ്ചിയിൽ ആ കല്ലും കൂടെ ഇറങ്ങി വന്നാലുള്ള പ്രശ്നങ്ങളാണ്. പിത്തസഞ്ചിയിൽ കല്ല് ഇറങ്ങി വന്നാൽ നമുക്ക് മഞ്ഞപ്പിത്തമൊക്കെ വരും. അപ്പോൾ പിത്തം വരുന്നവർ ശ്രദ്ധിക്കാൻ മഞ്ഞപ്പിത്തം പിത്തസഞ്ചി വരുന്നവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചുവേദന പുറം വേദനയൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ തൊട്ട് നമുക്ക് മാറ്റാം. അപ്പം ഇതിങ്ങനെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എനിക്ക് വേദന വരുമ്പോൾ ഞാൻ ഗ്യാസായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാനിരുന്നത്. ഗ്യാസിൻ്റെ എല്ലാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിത്തസഞ്ചിയിൽ കല്ലുള്ളത് കൊണ്ടാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവരാരായാലും വേഗം പോയി ടെസ്റ്റ് ചെയ്ത് പിത്തസഞ്ചി ആയാലോ കല്ലോ എന്താ വെച്ചാൽ റിമൂവ് ചെയ്ത് കളയുക. ഇപ്പം തന്നെ ഞാൻ 2.5 ലക്ഷത്തിൽ കൂടുതൽ പൈസ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഉള്ള സ്വർണ്ണങ്ങളൊക്കെ ബാങ്കിലാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ രോഗം നമുക്ക് ചികിത്സിച്ചല്ലേ പറ്റുള്ളൂ. രോഗം വന്നല്ലോ, വല്ലാത്ത രോഗം ഇപ്പോൾ വന്നത് മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ചികിത്സിക്കണമല്ലോ. പനിയൊക്കെ ആയിരുന്നു നമുക്ക് പെട്ടെന്നൊക്കെ ചികിത്സിക്കായിരുന്നു. ഇതിപ്പോൾ അതങ്ങനെ ഇല്ലല്ലോ. മാസങ്ങൾ മുഴുവൻ വേദന സഹിച്ചാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നു. എത്ര മാസമാണ് ഞാൻ ഈ വേദന സഹിച്ചിരുന്നു. ഞമ്മപ്പോൾ ആദ്യം വേദനയൊക്കെ വരുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ വേദന ചെയ്തു. ഗ്യാസിൻ്റെ വേദന ഒന്നല്ല, വലിയ വേദന വന്ന് ക്ലിനിക്ക് മുഴുവൻ ഞാൻ ഈ ഇഞ്ചക്ഷൻ ഇട്ട് വരലാണ്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് പിത്തസഞ്ചിയിൽ കല്ലാണ്. സർജറി ആയി, എൻഡോസ്കോപ്പി ആയി, 2 പ്രാവശ്യത്തെ എൻഡോസ്കോപ്പി കഴിഞ്ഞു, ഒരു സർജറി കഴിഞ്ഞ്, ഒന്നും പറയാനില്ല. അപ്പം എൻ്റെ ഇന്നത്തെ വ്ളോഗൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആശുപത്രിയിലുള്ള ചെറിയ വ്ളോഗുകളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, 1-2 കൂടിയിട്ടുണ്ട്, എന്നാലും ഇത്തിരി കുറവാണ്. സബ്സ്ക്രൈബറും ലൈക്കൊക്കെ കുറവാണ്. കമൻ്റൊക്കെ തരാം. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. പിത്തസഞ്ചി ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക. പച്ചക്കറി സാധനങ്ങളൊക്കെ തിന്നുക. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഇങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുന്നു. കാലത്ത് തന്നെ പല്ലൊക്കെ തേക്കണം. പല്ല് വെച്ച് റെഡി ആവണം. ഒന്ന് കഴിച്ചിട്ട് വന്നിട്ട് കേട്ടോ. ഇത് പല്ല് വെച്ച് കാലത്ത് തന്നെ പല്ലൊക്കെ കഴിച്ചു. നമുക്ക് വേഗം റെഡി ആയിട്ട് പോവാട്ടോ. ചേട്ടന് മോളോട് നിന്ന് ഫുഡ് കഴിക്കുന്നു. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ട്രിപ്പൊക്കെ ഇട്ട് കിടക്കാൻ പോയി. എൻഡോസ്കോപ്പിക്ക് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുന്നു. ഫുള്ള് റെഡി ആയി. ഈ ഡ്രസ്സ് ഇട്ടാണ് പോണത്. ഒരു പേപ്പർ പോലത്തെ ഒരു ഡ്രസ്സാണത്. ഒരു തൊക്കിയൊക്കെ ഇട്ടിട്ട് വരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറക്കാം. എൻ്റെ എൻഡോസ്കോപ്പിയൊക്കെ കഴിഞ്ഞു. എൻഡോസ്കോപ്പി കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാനായിട്ട്. ഇപ്പം എത്ര ഉള്ളോട്ടുള്ള ബൈ.